നല്ല ആർട്ടിസ്റ്റുകളൊക്കെ വെക്കണമെങ്കിൽ നല്ല കാശും കൊടുക്കേണ്ടി വരും. ഓ പിന്നെ നല്ല കാശ് കൊടുക്കുന്ന ആർട്ടിസ്റ്റ് ഒന്നും അത്ര വലിയ ആർട്ടിസ്റ്റ് ഒന്നും ആയിരിക്കില്ല. അതും ശരിയാ. എടി ഞാനൊരു ഐഡിയ പറയാം. നിന്റെ ഈ കഥാപാത്രത്തിൽ ഈ കുട്ടികൾക്ക് എത്രത്തോളം വയസ്സ് വരും? നമ്മുടെ ശിവയുടെയും കേശുവിന്റെ ഒക്കെ അത്രയും. അന്നാ ഇവരെ തന്നെ കൂടെ അഭിനയിപ്പിച്ചാ പോരെ? ഞാൻ റെഡിയാ, നീയോ? എന്നാ ഞാൻ റെഡി. ഓക്കെ. അപ്പൊ അഭിനയിക്കാൻ കുട്ടികളായി. അതെ, ഡെയിലി പേയ്മെന്റ് ആയിരിക്കണം. പിന്നെ എത്ര ദിവസം ഡേറ്റ്? അയ്യ, 2 ദിവസം കൊണ്ട് ഷൂട്ട് അങ്ങ് കഴിയും. അല്ല ഈ ഇത്ര ആയ സ്ഥിതിക്ക് അച്ഛന്റെ വേഷം ചെയ്യാൻ വേണ്ടി ഒരാളെ ഞാൻ തരാം. എനിക്കറിയാം, ആര് സൂപ്പറായി അഭിനയിക്കും, ഒരു ചളിപ്പുമില്ല, നല്ല ആൾക്കാരെ മുമ്പേ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷെ ഒരുപാട് അനുഭവങ്ങളുള്ള മനുഷ്യനാണ്, തീച്ചുളയിൽ നിന്ന് വന്നവനാണ്. ഒരുപാട് കഷ്ടതകളൊക്കെ അനുഭവിച്ച് കാരണം വെച്ചാൽ ഒരു ആക്ടറിന് ഏറ്റവും വേണ്ടത് അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാളെ എനിക്കറിയാം. ഞാൻ തന്നെ എനിക്ക് മനസ്സിലായി ആലോചിക്കാം. എടാ ഞാൻ നന്നായിട്ട് അഭിനയിക്കും. ഞാൻ കോളേജിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇല്ലടി, പണ്ട് കോളേജിൽ കട്ടബൊമ്മനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശിവാജി ഗണേശന്റെ. ആര്? അച്ഛനാ? ശരിക്കും സ്റ്റേജ് തകർത്തുവാരി അഭിനയിച്ചതാ. ചെയ്ത് നിങ്ങൾ കണ്ടിട്ട് തന്നെ എടുക്കൂ. എടുക്കാം. അതും ചെയ്. ചെയ്ത് നോക്കിയടാ, അത് കിട്ടാൻ വേണ്ടി. கிஸ்தித்துறை வரை வட்டி மானம் பொழிகிறது, பூமி விளைகிறது, உனக்கேன் கொடுப்பது கிஸ்தி? எங்களோட வயலுக்கு வந்தாயா, ஏத்த மறித்தாயா, நீர் வீட்டி நிலவேர் நிறைய கண்டாயா, நடுநட்டாயா, களை பறித்தாயா, களை பறித்தும் பெண்களுக்கு கஞ்சிக்கலம் சுமந்தாயா, அங்கு பொங்கி விளையாடும் என் குல பெண்களுக்கு மஞ்சள் எடுத்து பணி குதிர்ந்தாயா? நீ யாரு, மாமனா மச்சானா? மானங்கட்டவனே, எதுக்குடா கிஸ்தி, எதுக்குடா வட்டி? ഗ്യാസ്ടാ, ഗ്യാസ്. അച്ഛാ, സംഗതി കൊള്ളാം, പക്ഷെ അത് മെലോ ഡ്രാമയാണ്. നല്ലൊരു നടന് അങ്ങനെയൊന്നുമില്ല. അവന് ഏത് സമയം ട്യൂണ്ടാവും. അച്ഛൻ തന്നെ ഫിക്സ് ചെയ്യാല്ലേ? ഉറപ്പിച്ചോ? അച്ഛൻ ഫിക്സ്. കൊളാക്കാണ്ടിരുന്നാ മതി. പിടിച്ചാ കേട്ടില്ലടാ. നാടോടിയാണ് കഥാപാത്രം. അച്ഛൻ അന്ധനാണ്. ഇപ്പൊ അച്ഛനും ഓക്കെ. ഇനി അമ്മേനെ അവിടെ കണ്ടുപിടിക്കും. അമ്മയുടെ കഥാപാത്രം വേണ്ടേ? എടി, അങ്ങനെയാണെങ്കിൽ നാടോടി അമ്മയായിട്ട് നമ്മുടെ അമ്മയെ തന്നെ അങ്ങോട്ട് അഭിനയിപ്പിച്ചാ പോരെ? അല്ല, ഒരു കാര്യം ചെയ്യാം നമുക്ക്. നോക്കേ, നാടോടിയായിട്ട് വേറെ ആരെങ്കിലും നല്ല ആൾക്കാരെ എടുക്കാം. അതെല്ലാം അമ്മേനെ എടുക്കാന്ന് പറഞ്ഞത്. ഞാൻ ഓക്കെ അല്ലേ? അച്ഛനോക്കെ. നീ ഇപ്പൊ എവിടെ ഇരിക്കണ ലച്ചു? തുടങ്ങി അഭിനയം. അച്ഛൻ അമ്മേനെ കണ്ടുപിടിക്കണം. അമ്മ നമ്മുടെ അമ്മ മതിയോ? പോരാ, നമ്മുടെ അമ്മമാരെ മതി. മതിയടേ, പാടിക്കൊണ്ടേ കെമിസ്ട്രി ഉണ്ട്. എഴുത്തെന്തായി? എന്റെ അച്ഛാ ക്ലൈമാക്സ് എഴുതിക്കൊണ്ടിരിക്കുക. ശല്യപ്പെടുത്താന്ന് പോയേ. എഴുതി പിടിപ്പിരി. മക്കളെ, എന്തോ അച്ഛന്റെ സീന് കയറ്റി എഴുതും. അച്ഛാ ക്ലൈമാക്സ് കിട്ടി. ഇനി അടുത്ത ഷൂട്ടിംഗ്. നുംബരങ്ങൾ പാടാൻ വാ, നുംബരങ്ങൾ ആലാലോ. നീലു, നീലാണോ പേര്? നീലു അല്ല, മീനമ്മ. മീനമ്മ. സാർ ഇവിടെ തൊട്ടെടുക്കാം സാർ. ക്യാമറ റോളിംഗ്. റോളിംഗ് സാർ. ആക്ഷൻ. നുംബരങ്ങൾ പാടാൻ വാ, നുംബരങ്ങൾ പാടാൻ വാ. മീനമ്മ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നാൽ നല്ല കണക്ഷൻ കിട്ടുവോ? അല്ല, വടക്കമ്പാട്ടുള്ള കഥാപാത്രോ? അമ്മ ഇത്രയൊന്നും ചോദിക്കണ്ട, റിയൽ ആയിട്ട് പറഞ്ഞാൽ മതി. ബാലു അല്ല, സോറി. നിനക്ക് പറ സാർ. ശ്രദ്ധ കളയല്ല, എന്റെ ശ്രദ്ധ കളയല്ലേ. കളയില്ല. ഇവിടെ ഇരുന്ന കളക്ഷൻ കിട്ടുമോ? അത്രയും ചോദിച്ചാ മതി. ഇവിടെ കളക്ഷൻ കിട്ടുമോ?
ഇവിടെ ഇരുന്ന കളക്ഷൻ കിട്ടുമോ? ഇവിടെ ഇരുന്ന കളക്ഷൻ ഇപ്പൊ കണ്ട ഓരോരുത്തമ്മ സിനിമയിലും ടിവിയിലും അഭിനയിക്കുമ്പോൾ കളിയാക്കുമല്ല. ഇപ്പം കിടന്ന് കഞ്ഞി വയ്ക്കുന്നു. മോളെ റെഡി. ആക്ഷൻ. പാട്. മീനമ്മ, ഓ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്ന നല്ല കളക്ഷൻ കിട്ടുമായിരിക്കും. ഇവിടെ ഇരിക്കാം. അതെ. അമ്മേ വിശക്കുന്നു, അമ്മേ വിശക്കുന്നു. ഇനി ഒരു ചൂട് പോലും എനിക്ക് നടക്കാൻ വയ്യമ്മേ. ഇതെന്താടി നാടകോ? എടി നീ നിന്റെ ഉള്ളിന്ന് കുറച്ച് റിയൽ ആയിട്ട് പറ. അതന്നെ ഡബിംഗിൽ ചെയ്തോളാം. എടി ഇവിടെ ലിപ്പ് ശരിയായാലും അവിടെ ഡബിങ് ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ ലിപ്പ് അടിക്കും. ആരടിക്കുന്നത്? നിന്നെ അടിക്കും ഞാൻ. നീ പറഞ്ഞു കൊടുക്കും കറക്റ്റ് ആയിട്ട്. നിന്നെ മര്യാദയ്ക്ക് നിന്റെ ഡയലോഗ് നോക്കി പഠിച്ചേ. ക്യാമറ റോളിംഗ്. റോളിംഗ് സാർ. ആക്ഷൻ. നെഞ്ചിടിപ്പിന്റെ താളത്തിമെത്തിൽ നുംബരങ്ങൾ പാടാൻ വാ, നുംബരങ്ങൾ പാടാൻ വാ, നുംബരങ്ങൾ പാടാൻ വാ. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്ത സീൻ. പാടയായിരുന്നു. എനിക്ക് വിശക്കുന്നു. ബ്രേക്ക്.